മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ റൈസ് ഓഫാക്കി 10 മിനിറ്റ് നന്നായിട്ട് നല്ല ഫ്ലെയിമിൽ തിളയ്ക്കണം വരെ. ആ 10 മിനിറ്റ് കൊണ്ട് തിളച്ച് കിട്ടും. പിന്നെ ബാക്കിയുള്ള 35 മിനിറ്റ് ഒരു മീഡിയം തീയിൽ വെച്ചു. അങ്ങനെ 45 മിനിറ്റ് കംപ്ലീറ്റ് ആയി. നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ഇനി ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. അപ്പം അതിനു മുമ്പ് ഞാനെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ്. ഒരു ലേസി മന്തി എന്ന് പറയാം. നമ്മൾ ഏറ്റവും ലേസി ആയിട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും സ്പെഷ്യൽ കഴിക്കണം തോന്നിയാൽ അങ്ങനെ. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ദിവസം നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒക്കെ കുറച്ച് സ്പെഷ്യൽ കിട്ടിയാൽ കൊള്ളാം അങ്ങനെ തോന്നത്തില്ല. എന്നെയൊക്കെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളുടെ പണികളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. പിറ്റേ ദിവസത്തേന് ഏതൊക്കെ പണികളാണ് ചെയ്യേണ്ടത്. ചില ദിവസം കുറച്ച് ഹാർഡ് വർക്കൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2 ദിവസം മുമ്പ് നമ്മൾ വിറക് മേടിച്ചിരുന്നു. അപ്പം ഒരു ട്രാക്ടർ വിറകൊക്കെ നമ്മുടെ കാർപോർച്ചിലേക്ക് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. മഴയല്ലേ ഇവിടെ ഭയങ്കര. അപ്പൊ അത് മുഴുവൻ മുമ്പിൽ നിന്ന് നമ്മൾ പുറകിൽ നമ്മുടെ വിറകെടുക്കണം, പുറകിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അതിങ്ങനെ ചുമന്നുകൊണ്ട് ഒരു വിരൽ ഭയങ്കര, നമുക്ക് അർബാനയുണ്ട് എന്നാൽ പോലും കുറെ ഇങ്ങനെ ചുമന്നുകൊണ്ട് വന്നിട്ട് പിന്നെ നമുക്കത് അടുക്കിയൊക്കെ വെക്കണം. അപ്പൊ കഠിനമായ ജോലികളാണ്. ചില ദിവസങ്ങളിൽ അമൃത ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാനും അശ്വനും കൂടി ആയിരിക്കും. അപ്പൊ ഈ പ്രാവശ്യം ഞാനും അശ്വനും കൂടിയായിരുന്നു. അമൃതയ്ക്ക് ഒരു ജോലി കിട്ടി പോയേക്കാണ്. അപ്പോൾ അത് ഭയങ്കര കഷ്ടപ്പാടുള്ള ജോലിയാണ്. അങ്ങനെ ഓരോരോ ജോലികൾ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ജോലി, അപ്പോൾ നമുക്ക് വേറെ വീട്ടുപണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു സ്പെഷ്യലൊക്കെ കഴിക്കണം തോന്നും. വൈകുന്നേരം ആ ചെയ്ത ജോലിൻ്റെ കഠിനമായ ജോലികൾ ചെയ്യുന്നതിൻ്റെ വിഷമം നമ്മൾ മറക്കുന്നത് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഔട്ട് സൈഡ് പോകാമെന്നൊക്കെ ഉള്ളതല്ലേ. ഇപ്പോൾ മഴയായതുകൊണ്ട് ഞങ്ങൾ ഔട്ട് പോകുന്ന ഒട്ടും ഇഷ്ടമില്ല. സാധനങ്ങൾ തന്നെ മേടിക്കാൻ പോകണം, ഒന്നിച്ച് കുറേ മേടിച്ച് വെക്കുക എന്നുള്ള ഒരു രീതിയിലാണ്. ഭയങ്കര മടിയാണ്. മഴയായി കഴിഞ്ഞാൽ വയനാട് അങ്ങനെയാണ്. നമുക്ക് തണുത്ത് കുറച്ച് വീട്ടിൽ ഇങ്ങനെ കൂഞ്ഞു കൂടിയിരിക്കാനേ തോന്നത്തുള്ളൂ. അവിടെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കാനേ തോന്നത്തുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ അങ്ങനെയുള്ളപ്പോൾ പോലും നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര കഠിനമായ ജോലികൾ നമുക്ക് ഔട്ട് സൈഡിലുണ്ടെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുക 20 മിനിറ്റ് മതി ആക്ച്വലി നമ്മൾ ഇതിൽ വർക്ക് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ടൈം ഇപ്പൊ 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് കുക്ക് ചെയ്യുന്ന ടൈമാണ്. അത് അടുപ്പത്ത് തന്നെ ഇരുന്ന് വെന്തോളും, നമ്മളൊന്നും ചെയ്യണ്ട. അങ്ങനെയാണ്. 20 മിനിറ്റ് തന്നെ വേണ്ട. ഇപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തലേ ദിവസം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ നമ്മളിങ്ങനെ കൊത്തിയിരിച്ച് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കും. അപ്പോൾ ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ നമുക്ക് ഭയങ്കര പണി എളുപ്പമായിരിക്കും. അപ്പം ഞാനതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നേരത്തെ എല്ലാ പ്രോസസ്സും അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഓവർ വോയിസ് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇനി നമുക്ക് ജസ്റ്റ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനേ ഉള്ളൂ. ബട്ടറിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യണേ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ എന്തൊക്കെ സ്റ്റെപ്പാണ് ഇത്രയും നേരം ചെയ്തതെന്ന് കാണിച്ചു. ഒരു പിടി ചെറിയുള്ളി, അതുപോലെ പുതിന, മല്ലിച്ചപ്പ്, കറിവേപ്പില, പെരിഞ്ചീരകം, അത്രയാണ് ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നുകിൽ പേസ്റ്റ് ആക്കിയത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ കൊത്തി അരിഞ്ഞ് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ്, ആവശ്യത്തിന് എടുക്കും. അപ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളിയാണുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി അരച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ലെമണാണ് വേണ്ടത്. ഒരു 5 അല്ലെങ്കിൽ 6 ലെമൺ നമ്മൾക്ക് പിഴിയാം കേട്ടോ. പിന്നെ പച്ചമുളക്, കാന്താരി ചീനി എല്ലാവർക്കും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പച്ചമുളക് അത് ഇച്ചിരി കൂടി അളവിലെടുക്കണം. ഇപ്പോൾ ഒരു കോഴിക്ക് ഞാൻ ഇത്ര എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഇച്ചിരിയും കൂടി എടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ കുറച്ച് ചുവന്ന മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ചുവന്ന മുളക് പൊടി ഒഴിവാക്കിയാൽ കാന്താരി ചിക്കൻ ആകും കേട്ടോ. പക്ഷേ ഞാനിന്ന് ചുവന്ന മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടാക്കാൻ നോക്കാം. അതുകൊണ്ട് കാന്താരി കുറച്ചു, അതായത് പച്ചമുളക് കുറച്ചു. ഇനി നമ്മുടെ ചിക്കൻ എല്ലാം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയും നെയ്യും ചേർക്കണം. നെയ്യ് ഒരു 2 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. നെയ്യ് മസ്റ്റായിട്ട് നമ്മൾ കഴിക്കണം. നമ്മുടെ ഹോം മെയ്ഡ് നെയ്യാണ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ചോദിച്ചോളൂ, ഞാൻ സെയിലുണ്ട്. പിന്നെ വെളിച്ചെണ്ണ 2 ടീസ്പൂൺ എടുത്തു. അതുപോലെ തന്നെ വിനാഗിരി നമുക്ക് കുറച്ച് ഒഴിക്കണം. ഒരു തുള്ളി, ഒരു 1-2 സ്പൂൺ വിനാഗിരി ഒഴിച്ചാൽ മതി. ചെറുനാരങ്ങ കൂടുതൽ പിഴിയാന്നുള്ളതാണ്, സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി വെക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് ചടപടോന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് 1-2 സ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എടുക്കാം. പിന്നെ നമ്മുടെ ചുവന്ന മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനത്തിൻ്റെ കൂടെ നമുക്ക് ഇനി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നാരങ്ങ നീരും കൂടി അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ മസാല
ഈ സൂപ്പർ മസാല നന്നായിട്ട് ഉപ്പ് അല്ലെങ്കിൽ ഉപ്പ് നീര് ഏതാണോ അത് നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ ചിക്കനെ നന്നായിട്ട് വരയണം കേട്ടോ. വലിയ വലിയ പീസായിട്ട് എടുത്താലും മതി. എൻ്റെ കയ്യിൽ അത്രയും വലിയ പീസില്ല, ഞാൻ ബിരിയാണി പീസ് മേടിച്ച് വെച്ചതേ ഉള്ളൂ. അല്ലെങ്കിൽ മന്തിക്ക് 4 പീസായിട്ടൊക്കെ ഒരു കോഴിനെ മുറിച്ചിട്ട് ആ രീതിക്ക് ആക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം എന്നിട്ട് നന്നായിട്ട് വരയണം അത് കത്തി കൊണ്ട് ഈ ചിക്കൻ പീസുകൾ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ പുരട്ടി അങ്ങ് വെക്കുന്നു. അടിപൊളിയായിട്ട് ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ 2 മണിക്കൂർ എത്ര സമയം കൂടുതൽ വെക്കുന്നു അത്ര നല്ലത്. തലേ ദിവസം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിലും ഓക്കെയാണ് പിറ്റേ ദിവസത്തേന്. അപ്പോൾ അത് നമ്മൾ മൂടി വെക്കുന്നു. ഒരു 1/2 മണിക്കൂറായി 1 മണിക്കൂർ കഴിയട്ടെ. എന്നിട്ട് നമുക്ക് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി ഇതൊരു 6 വിസിൽ ഈ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ 6 വിസിൽ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളൂ കേട്ടോ. അത്രയും വിസിലെടുത്തിട്ട് റെഡിയായി. ഇത് ഞാൻ 5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. കഴുകി ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഏത് തരം അരി വേണേലും എടുക്കാം. ബിരിയാണി റൈസ് അല്ല, അല്ലാത്ത മന്തി റൈസോ അല്ലെങ്കിൽ കപ്സ റൈസോ ഈ വെളുത്ത നീളമുള്ള ഏത് റൈസ് വേണേലും നമുക്ക് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ മിക്സ് ആട്ടോ, രണ്ടും കൂടി. കുറച്ച് വെള്ള റൈസ് ഉണ്ടായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നു. ഇനി അരി വേവിക്കാൻ വേണ്ടി നമ്മൾ ജീരകമാണ്, നല്ല ജീരകം ഇച്ചിരി അധികം എടുക്കാം. പിന്നെ ബാക്കിയുള്ള നമ്മുടെ വാലും കോലും ഒക്കെ ഇല്ലേ, അതെല്ലാം നമുക്ക് ഏലക്കായ്, അതുപോലെ എടന, കറുവപ്പട്ട, പിന്നെ സ്റ്റാർ അനീസ്, അങ്ങനെ എല്ലാ സാധനങ്ങൾ നമ്മൾ ബിരിയാണിക്ക് ഇടുന്നത് അതെല്ലാം എടുക്കുക. അതിലേക്ക് ഇച്ചിരി നെയ്യ്, 2 ടീസ്പൂൺ നെയ്യ്, കുറച്ച് ഉപ്പ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അതനുസരിച്ച് കണക്ക് കൂട്ടുമ്പോൾ 5 ഗ്ലാസ് അരിക്ക് 7.5 ഗ്ലാസ് വെള്ളം. അത് 8 ആക്കാം. ഞാൻ കുറച്ചും കൂടി ഒഴിക്കും, 9 ഗ്ലാസ് ആക്കും. അങ്ങനെ 9 ഗ്ലാസ് വെള്ളമാണിത്. ഉപ്പും ആവശ്യത്തിന് ചേർത്ത് അരി കഴുകി ഡയറക്റ്റ് ഇടുക. ഒന്നും ചെയ്യേണ്ട, വേവിക്കൊന്നും വേണ്ട. ഇത് ഈസി ലേസി മന്തിയാണ് കേട്ടോ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഇത് മൂടി വെക്കുക. എന്നിട്ട് നല്ല തീയിലൊരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് തിളയ്ക്കും. അത് കഴിയുമ്പോൾ നമ്മൾ 35 മിനിറ്റ് ചെറുതീയിൽ. അപ്പോൾ ടോട്ടൽ 45 മിനിറ്റ് അലാം വെച്ചേക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് വന്ന് നോക്കുക. ഇച്ചിരി മീഡിയം തീയിലേക്ക് ആക്കിയേക്കുക, അവിടെ വെച്ചേക്കുക. നമ്മുടെ ആവശ്യമേ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ 10 മിനിറ്റ് ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റും കൊണ്ട് റെഡിയാക്കി മന്തി നമുക്ക് അടുപ്പത്ത് കയറി. 45 മിനിറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞു. അടിപൊളിയായിട്ട് നമ്മുടെ എന്തോ മണമെന്നറിയോ, ഏലക്കായുടെയും ഈ ഒരു നെയ്യിൻ്റെയും ജീരകത്തിൻ്റെയും എല്ലാം കൂടി അടിപൊളി. ഇത് കണ്ടോ, ഒരു തുള്ളി വെള്ളം എക്സ്ട്രായും ഇല്ല, അടി പിടിച്ചിട്ടുമില്ല. നല്ല മാന്യമായിട്ട് അത് വെന്ത് ഭംഗിയായിട്ടിരിക്കും. ഇത് കഴിഞ്ഞില്ല, ഇനി നമുക്ക് കുറച്ച് സ്റ്റെപ്പും കൂടിയുണ്ട്. അതായത് ഒരു സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇച്ചിരി നമുക്ക് നട്ട്സ് മുന്തിരി ഞാൻ വറുത്തിടും. പല രീതിയിൽ മന്തി വെക്കാമല്ലോ, അതിലൊരു വെറൈറ്റി. അതായത് ഭയങ്കര എളുപ്പത്തിൽ വെക്കാവുന്ന ഒരു 20 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ. അപ്പം നട്ട്സ് നന്നായിട്ട് ഇടും കേട്ടോ. നമ്മൾ ബട്ടറിലാണിത് നമ്മൾ മൂപ്പിച്ചിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതും പിന്നെ ഇതൊക്കെ കഴുകണം കേട്ടോ. അതാ ഇങ്ങനെ വെള്ളം പൊട്ടും പോലെ ആവുന്നത്. ഇതിനകത്തൊരു പൊടി അവർ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇടും. ആ പൊടി നമ്മുടെ വായപ്പോയ ഒരു ബേക്കിംഗ് സോഡ പോലെ ഒരു കുത്ത് എന്ത് പൊടിയാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് കഴുകണം. മുന്തിരി ആണെങ്കിൽ നല്ല വൃത്തി കഴുകണം, അതിലൊക്കെ ചെളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ രണ്ടും കഴുകുന്നതുകൊണ്ടാണ് ഈ ഒരു ബട്ടർ ഇങ്ങനെ വെള്ളത്തിൽ തിളയ്ക്കുന്ന പോലെ കാണിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി വറുത്തിടുക. ഇനി ഇത് വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്തിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. നേരത്തെ ഓഫാക്കി ഈ മന്തി റൈസ് ഇങ്ങനെ വേവുമ്പോൾ തന്നെ നമ്മൾ ചിക്കൻ്റെ പരിപാടി അതിൻ്റെ സൈഡായിട്ട് തന്നെ ചെയ്യും. ഞാൻ പക്ഷേ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാമെന്ന് ഓർക്കുക. അതായത് നമ്മൾ ഈ നേരത്തെ എല്ലാ സംഗതികളും പുരട്ടിയിട്ട് 2 മണിക്കൂറെങ്കിലും വെക്കണം, ഇല്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും വെക്കണം. ഇനിയിപ്പോൾ 1/2 മണിക്കൂർ ഇല്ലെങ്കിൽ അപ്പം തന്നെ വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ തലേ ദിവസം ഞാൻ എല്ലാം പുരട്ടി നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കും, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ നമ്മൾ ഇന്ന് മന്തി ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എല്ലാം പുരട്ടി അവിടെ വെച്ചേക്കും. ഉച്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിന്നറിന് നമ്മൾ മന്തി കുക്ക് ചെയ്യുക. അപ്പോൾ പുറത്ത് തന്നെ വെക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാം. എങ്ങനെ വേണേൽ ചെയ്യാം, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ കുക്കറിലേക്ക് അത് 6 വിസിൽ വേവിക്കണം. ചിക്കൻ ആണെങ്കിൽ ഞാൻ 6 വിസിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വേവിക്കും. ഇതിപ്പോൾ 6 വിസിൽ വെന്തിരിക്കുന്ന ചിക്കൻ ഞാൻ കാണിച്ചു തരാം. ഇതിൽ തന്നെ ഇതിൻ്റെ മസാല എല്ലാം കൂടി വെള്ളം ഇനിയും ബാക്കി ഉണ്ടാവും. ആ വെള്ളം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മന്തിയുടെ മുകളിലേക്ക് ഒരു തവി 2 തവി ഒഴിക്കും കേട്ടോ. അപ്പോഴാണ് മന്തി റൈസിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് തന്നെ. ഇതിലെല്ലാം മസാല നമ്മൾ ചേർത്തല്ലേ. അപ്പോൾ അത് കണ്ടോ. പിന്നെ നമ്മൾ ബട്ടറിലാണ് ഇത് മൊരിച്ചെടുക്കുക കേട്ടോ. ബട്ടറോ ഗീയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ബട്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബട്ടറിൽ കിടന്ന് ഇതിങ്ങനെ ചിക്കൻ സ്ലോ ആയിട്ട് ഇങ്ങനെ ഒന്ന് മൊരിച്ചെടുക്കുക. വെന്തിരിക്കുന്നതാണല്ലോ, നന്നായിട്ട് വെന്താണല്ലോ, പിന്നെ ഒന്ന് മൊരിച്ചെടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു ചിക്കൻ്റെ വെള്ളം, അതായത് ഈ ഒരു മസാല എല്ലാം കിടന്ന് വെന്ത ഈ ചിക്കൻ്റെ വെള്ളം നമ്മൾ നമ്മുടെ മന്തിയുടെ മുകളിലേക്ക് ഒഴിക്കും, 1-2 തവി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് വീട് നിറച്ച്. ബാക്കി കുറച്ച് ഗ്രേവിയും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇനി മൂടി വെച്ചിട്ട് ചെറുതീയിൽ ഒരു 5-10 മിനിറ്റും കൂടി നമ്മുടെ മന്തി റൈസും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കുക, ആവി കയറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ അടിപൊളിയാണ്. ഇനി നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം. ഇത് ഞാൻ സാധാരണ മാങ്ങാപ്പഴമോ പൈനാപ്പിളോ അനാറ് അങ്ങനെയൊക്കെ, അതിൻ്റെ കൂടെ ഇച്ചിരി വെജിറ്റബിൾ ഇതെല്ലാം കൂടി ഒന്നിച്ചെരിയും. എന്നിട്ട് ഇച്ചിരി ഉപ്പ് നീരൊഴിക്കും, ചിലപ്പോൾ ഒരു ചെറുനാരങ്ങ പിഴിയും. ഇതാണ് എൻ്റെ ഒരു ഫ്രൂട്ട് സാലഡ് എന്ന് പറയാം.
പക്ഷെ അടിപൊളിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. അപ്പം അനാവശ്യമായിട്ട് നമ്മൾ ഒത്തിരി എന്താ പറയുക, ഒത്തിരി മയണൈസും അതും ഇതൊക്കെ കഴിക്കുന്നതിനേക്കാളും ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് ഇത്. ഞാൻ സാലഡ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം ഞങ്ങൾ 3 പേരും കൂടി ഈ പ്രാവശ്യം കുറേ സിനിമ കാണാൻ വേണ്ടിയിട്ട് പുറത്ത് പോയപ്പോൾ ഒത്തിരി തവണ പുറമേ നിന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ അശ്വിൻ ഭയങ്കരമായിട്ട് മയണൈസ് കഴിക്കും കേട്ടോ. എനിക്ക് പേടി അവനിങ്ങനെ ഒത്തിരി മയണൈസ് കഴിക്കുന്നത്. ഞാനാണെങ്കിൽ ഒരുപാട് കഴിക്കാറില്ല കേട്ടോ അതുപോലെ. പക്ഷെ പേരിനൊക്കെ എന്താ ഇതങ്ങനെയല്ല, കിട്ടണ മയണൈസ് മൊത്തം കഴിക്കും. ഞാനിവിടെ ഉണ്ടാക്കുന്നതാണെങ്കിൽ മൊത്തം കഴിക്കും. അതുകൊണ്ട് വളരെ അപൂർവം ഞാൻ മയണൈസ് ഉണ്ടാക്കുള്ളൂ. അതിൽ എങ്ങനെയൊക്കെ ആണെങ്കിലും ഒത്തിരി ഓയിൽ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ രീതിയുണ്ട്, മുട്ട പുഴുങ്ങിയിട്ട് വളരെ കുറച്ച് ഓയിൽ ചേർത്തിട്ട് വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. ആ ഒരു രീതിയിലൊക്കെയാണ് ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കുന്നത്. പുറമേ അങ്ങനെ ആയിരിക്കത്തില്ലോ, ഒത്തിരി ഓയിൽ ചേർത്തിട്ടല്ലേ. അതുകൊണ്ട് ഞങ്ങൾ പല പ്രാവശ്യം ഈ ആഴ്ച പുറമേ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് സിനിമയ്ക്ക് പോയി. കുറേ സിനിമകളുണ്ട്, 3-4 സിനിമ കണ്ടു. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ സാലഡ്, പിന്നെ ജസ്റ്റ് ഒരു പുളിക്കൊക്കെ വേണ്ടിയിട്ട് ടൊമാറ്റോ സോസ് കൊടുക്കും, പിന്നെ ഈ ഒരു സാലഡ് കൊടുക്കും. അത് മാത്രമേ ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ ഇനി നമുക്ക് കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ജോയൊക്കെ കുളിക്കുവാണ്. അശ്വൻ കുളിച്ചു ഓൾറെഡി. അപ്പം ഞാനിവിടെ അടിച്ചു വാരി രാവിലെ മുതൽ ഓരോ ജോലികളായിരുന്നു കേട്ടോ. ഒത്തിരി പ്രൊഡക്റ്റൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഇനി എനിക്ക് നാളത്തേന് കൊറിയർ ഇടാനുള്ള അഡ്രസ്സ് അവന് സെൻഡാക്കി കൊടുക്കണം, അശ്വിന് പിന്നെ അതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ ഇനിയും ബാക്കി കുറച്ച് ജോലികളുണ്ട്. അപ്പം ഞാനിവിടെ എല്ലാം അടിച്ചു വാരി കൊടുത്തു. അശ്വൻ കൊച്ച് തുടച്ചു തന്നു. അങ്ങനെയാണ്. ഇനി എനിക്ക് കിച്ചണും കൂടി ഒന്ന് ജസ്റ്റ് അടിച്ചു വാരിയിട്ട് തുടച്ചിടണം, പിന്നെ ചോറിടണം. അത്രയേ ഉള്ളൂ. നമ്മുടെ ചോറില്ല, നമ്മുടെ മന്തി റൈസ് കഴിക്കണം. പിന്നെ എനിക്ക് കുറച്ച് കുഞ്ഞു ജോലികളൊക്കെ ഉണ്ട്. അങ്ങനെ നാളെ നമുക്ക് പുറമേ പോകാനുണ്ട്, നാളെ കഴിഞ്ഞ് നമുക്ക് ഷോപ്പിംഗ് ഉണ്ട്. അങ്ങനെ ഒത്തിരി തിരക്ക് ഉള്ള ദിവസങ്ങൾ. അതുകൊണ്ടാണ് എനിക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഒത്തിരി ജോലി. എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്നറിയില്ല, ഒത്തിരി ജോലികൾ. അങ്ങനെയാണ്. രാവിലെ എണ്ണിട്ട സമയം പറന്നു പോവുക. പണ്ട് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ 1 മണിക്കൂറൊന്നും മുന്നോട്ട് നീക്കിട്ടാൽ നമ്മൾ പെടാപ്പാട് പെടുവായിരുന്നു. നിന്ന് മടുക്ക്. നമുക്ക് തിയേറ്ററിലല്ലേ നമ്മൾ ജോലി ചെയ്യുന്നത്. ഒട്ടും സമയം പോകത്തില്ല. എൻ്റെ അമ്മൂ എത്രോ സമയം ഒരേ കേസിനൊക്കെ നിൽക്കുമ്പോൾ ഇതെന്ത് സമയം പോകാത്തതെന്ന് തീർന്നു കിട്ടിയാൽ മതി, അങ്ങനെ തോന്നുട്ടോ. ഇപ്പം അത് പോയിട്ട് രാവിലെ എണീക്കുന്ന മാത്രം നമുക്കറിയാം. 12 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ. കാരണം പിന്നെ നമുക്ക് ഒത്തിരി എന്താ പറയുക, കുറച്ചും കൂടി ടൈം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇൻസ്റ്റാ വീഡിയോസൊക്കെ ഒന്ന് കാണാറുണ്ട്, യൂട്യൂബ് വീഡിയോസൊക്കെ കാണാറുണ്ട്, അങ്ങനെ തോന്നും കേട്ടോ. കാരണം അത്രയും നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികളുണ്ടാവും, കുറച്ച് നേരം നമുക്കൊന്ന് വീഡിയോസൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ TV വെക്കും. അവിടെ നിന്ന് TV എടുത്തുകൊണ്ട് വന്നാൽ ഇനി കിച്ചണിൽ വെക്കും. കനം കുറഞ്ഞ TV ഉണ്ട് കേട്ടോ, അതെടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെക്കും. എന്നിട്ട് ഒരേ പ്രോഗ്രാം കണ്ടുകൊണ്ടാണ് കിച്ചണിൽ ജോലി ചെയ്യുക. പിന്നെ ഹാളിൽ ഞാൻ ഇരുന്ന് ജോലി ചെയ്യുന്നെങ്കിൽ അമൃത എളുപ്പമുള്ളത് ഞങ്ങൾ ഹാളിലേക്ക് TV കൊണ്ടുവരും കേട്ടോ. അതെടുത്തുകൊണ്ട് നടക്കും. എന്നിട്ട് അത് വെച്ചോണ്ട് പിന്നെ ഞാൻ ഹെഡ്ഫോൺ വെച്ചിട്ട് നമ്മൾ ഇൻസ്റ്റാ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബ് പ്രോഗ്രാം കണ്ടുകൊണ്ടാണ് ഒരേ ജോലി ചെയ്യുമ്പോൾ. അപ്പോൾ ബോറടിക്കില്ല, അത്രയെങ്കിലും കാണാം. എന്നാലും എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് രാത്രി ബെഡിൽ പോയി കിടന്നിട്ട് നമ്മൾ ഇൻസ്റ്റാ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ അപ്പോഴത്തേക്കും 12 മണിയൊക്കെ ആയിട്ട് സങ്കടം വരും. ഇനി ഉറങ്ങിയല്ലേ നാളെ രാവിലെ അടുത്ത ഗുസ്തി ഉണ്ടല്ലോ, സെയിം ഗുസ്തി തന്നെയല്ലേ എല്ലാ ദിവസവും. അപ്പം അങ്ങനെ എണീറ്റില്ലെങ്കിൽ, രാവിലെ എണീറ്റില്ലെങ്കിൽ നമ്മുടെ അയറക്കുഞ്ഞും പട്ടിക്കുഞ്ഞുങ്ങൾ അതൊക്കെ ഭയങ്കര വിഷമാട്ടോ. നമ്മൾ എണീറ്റ് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഫുഡ് തന്നില്ലെങ്കിൽ അവരെങ്ങനെ പട്ടിണിക്ക് ഇടും, അങ്ങനെയുള്ളൊരു പേടി വരും കേട്ടോ. ഭയങ്കര ഡിപ്രഷനിൽ പോകും. അതുപോലെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഡിപ്രഷൻ മാറാൻ വേണ്ടിയിട്ട് പട്ടിക്കുഞ്ഞുങ്ങളെയും കൊച്ചുകുഞ്ഞുങ്ങളെയൊക്കെ മേടിച്ചിട്ട് അവരെല്ലാം ഡിപ്രഷൻ നമ്മളെ കാണാതെ അല്ലെങ്കിൽ നമ്മുടെ കെയർ കിട്ടാതെ അങ്ങനെ അയറേണ്ടിന്ന് എടുത്ത് ഒത്തിരി നേരം പോകാനേ പറ്റുന്നില്ല. സങ്കടം വരും. തൊട്ടപ്പുറയാണ്, എന്നാൽ പോലും നമുക്ക് അവിടെ പോയിരിക്കാനോ അതിനോട് വേണ്ടി പറഞ്ഞിരിക്കാനോ ഒന്നും സമയം കിട്ടുന്നില്ല. അങ്ങനെയാണ്. മിലോയാണെങ്കിലും അതെ, അതിന് ഭയങ്കര വിഷമം നമ്മുടെ കൂടെ കയറി കിടക്കാത്തതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ നമുക്ക് എപ്പോഴും നമുക്ക് ജോലിയാണ്. അങ്ങനെയാണ്. പിന്നെ പുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതിനെ തൊടാൻ തോന്നത്തില്ല. അങ്ങനെ രോമൊക്കെ ആയാലോ അങ്ങനെ ഓർത്തിട്ട് അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ അകറ്റിയേ വെക്കത്തുള്ളൂ. അതുകൊണ്ട് അതിന് ഭയങ്കര വിഷമാണ്. എപ്പോഴും അതിനെ നമ്മൾ എടുത്തോണ്ട് നടക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയാണ്. എല്ലാവർക്കും അങ്ങനെ നമ്മുടെ കെയർ വേണം, മസാജ് ചെയ്യണം. എല്ലാവർക്കും ഇങ്ങനെ എപ്പോഴും മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. പട്ടിക്കാണേലും പൂച്ചയ്ക്കാണേലും അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമുക്കൊന്നിൻ്റെ സമയമില്ല. അങ്ങനെയാണ്, സമയം പറന്നു പോകുന്നു എന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പം ഇനി അടുത്ത ദിവസം വീഡിയോടാന്ന് ഞാൻ പറയുന്നില്ല, എന്ത് വീഡിയോ ഇടും എന്ന് എനിക്കറിയത്തില്ല. ഞാൻ മിക്കപ്പോഴും വീഡിയോ ക്ലിപ്പൊക്കെ എടുത്ത് വെക്കും കേട്ടോ. പക്ഷെ അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ മാല പോലെ കിടക്കും. അത് കാണുമ്പോൾ നമുക്ക് തലറങ്ങും. ഇത് മുഴുവൻ എഡിറ്റ് ചെയ്ത് ഓവർ വോയിസ് ഒക്കെ കൊടുക്കേണ്ടത് എങ്ങനെ ഓർക്കും. ഞാൻ എപ്പോഴും അച്ഛനോട് പറയണ മൈക്ക് മേടിച്ചാൽ എന്നാൽ പിന്നെ അപ്പപ്പോൾ വർത്താനം പറയുമ്പോൾ അപ്പപ്പോൾ പിന്നെ ഓവർ വോയിസ് കൊടുക്കണ്ടല്ലോ. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഒരു മൈക്ക് മേടിച്ചു, അത് കേടായിപ്പോയി. അതുകൊണ്ട് പിന്നെ പൈസ മുടക്കി പിന്നെ മേടിക്കാനൊരു മടി. അച്ഛനാണേലും മടി. വെറുതെ അത് കേടായി പോകും, അമ്മ എന്തിനിങ്ങനെ പൈസ വേണം, അങ്ങനെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ എപ്പോഴും സൗണ്ട് ആയിരിക്കും. ഇവിടെ റോഡ് അരിക ആയതുകൊണ്ട് വണ്ടി പോകുന്നതിൻ്റെയും മഴേൻ്റെയും അങ്ങനെ. അപ്പം ഓവർ വോയിസ് കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഓവർ വോയിസ് കൊടുക്കണം, എഡിറ്റ് ചെയ്യണം, അത് ക്ഷീണമാവും. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് സമയം കിട്ടുമ്പോൾ രാത്രി പോയി കിടന്നിട്ട്
ഈ ഇൻസ്റ്റാ വീഡിയോസൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ വീഡിയോസൊക്കെ കണ്ട് ഈ ഷോർട്സ് വീഡിയോസ് ഇല്ലേ അതൊക്കെ കാണാം, ഇൻസ്റ്റാ വീഡിയോസൊക്കെ കാണാം. ഇങ്ങനെ വെറുതെ ഓരോന്ന് കണ്ടുകൊണ്ട് യൂട്യൂബിലെ കുറേ ഇൻ്റർവ്യൂസൊക്കെ നല്ലതുണ്ടാവില്ല, നല്ലതല്ലേ. പിന്നെ ഒത്തിരി പേര് വീഡിയോസ് ഞാൻ റെഗുലറായിട്ട് മലയാളികളുടെ കാണുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരെയൊക്കെ കണ്ട് പുതിയ വീഡിയോസ് വന്നു അതൊക്കെ നോക്കി അങ്ങനെ കിടക്കാൻ തോന്നും. അപ്പം നമ്മുടെ വീഡിയോയിൽ മാത്രം നടക്കുന്നില്ല അങ്ങനെ. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഒത്തിരി നമുക്ക് പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നോരോന്ന് തീരുമ്പോൾ പുതിയത് മേക്കിങ്, ലേബിളൊട്ടിക്കൽ, ഒത്തിരി ജോലികളുണ്ട്. അതിന് നമുക്ക് ഒത്തിരി ഓർഡർ വരുന്നുണ്ട്. ദൈവം സഹായിച്ച് ഓരോരുത്തർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവരടുത്ത ആൾക്കാരോട് പറയും. കാരണം ബോഡി മോയ്സ്ചറൊക്കെ അത്രയ്ക്ക് നല്ലതായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നു. കാരണം അതിലൊന്നും ഒരു പ്രശ്നം വരാനൊന്നുമില്ല. കാരണം കളർ വെക്കുന്നൊന്നും നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റത്തില്ല. കളറൊക്കെ നമ്മളൊന്നും അതിൽ ആഡ് ചെയ്യുന്നില്ല. നാച്ചുറലായിട്ടുള്ള വിവാക്സും കോക്കനട്ട് ഓയിലും അതുപോലെ നമ്മൾ അതിനകത്ത് ചേർക്കാനുള്ള 1-2 സാധനങ്ങൾ എസെൻഷ്യൽ ഓയിലുകൾ അതൊക്കെ മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് കളർ വെക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല, വാഗ്ദാനം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ചുളിവുകൾ മാറുമെന്നുള്ള 100% ഉറപ്പാണ്. ഉപയോഗിച്ച എല്ലാവർക്കും നല്ല റിസൾട്ടാണ് ബോഡി മോയ്സ്ചറൊക്കെ. അതുപോലെ ലിപ് ബാം, അങ്ങനെ ഓരോന്നിനെ കുറിച്ച് എനിക്ക് ഒത്തിരി മെസ്സേജ് വരും ഉപയോഗിച്ച് കഴിയുമ്പോൾ അപ്പോൾ അവർ തന്നെ അവരുടെ പാനീയത്തിമാരോടും അമ്മ അങ്ങനെ കുടുംബക്കാരോടും ബന്ധുക്കളോടും ഒക്കെ പറയും, കൂട്ടുകാരോടും. അപ്പോൾ അവർ മേടിക്കും, എൻ്റെ നമ്പർ കൊടുക്കും. അപ്പോൾ അവരെനിക്ക് മെസ്സേജോട് അവർ മേടിക്കും. അപ്പോൾ ഉടനെ അടുത്ത ആളോട് പറയും. അങ്ങനെയാണ് നമുക്ക് ഓർഡർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി നമ്മുടെ വീഡിയോസ് ഓടുന്നില്ലെങ്കിൽ നമുക്ക് ദൈവം സഹായിച്ച് അങ്ങനെ ഒത്തിരി ഓർഡർ വരും. അപ്പോൾ വേഗം നമ്മുടെ പ്രൊഡക്റ്റ് തീരും. അപ്പോൾ പുതിയത് ഉണ്ടാക്കണ്ടേ, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ എനിക്ക് അമൃതേനെയും ഹെൽപ്പിനില്ല, കാരണം അവൾക്കൊരു ജോലി കിട്ടിപ്പോയി. അപ്പോൾ അവളോട് ഞാൻ തന്നെ പറഞ്ഞു, ഓക്കെ ഇനിയിപ്പോൾ ഏതെങ്കിലും സൺഡേ ഒക്കെ വന്നാൽ മതി. കാരണം ഗവൺമെൻറ്റിൻ്റെ ഈ പ്രൊമോട്ടറായിട്ട് അവൾ ആദിവാസി കുട്ടിയാണ്. അപ്പം അവരുടെ ഇടയ്ക്ക് തന്നെ അവർക്ക് കിട്ടുന്ന ജോലിയാണ്. അപ്പോൾ അത് നല്ലതല്ലേ, 1 ഇയറിനോ അങ്ങോട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത്യാവശ്യം സാലറിയും കിട്ടും. അങ്ങനെയാണ്, എക്സ്പീരിയൻസും അല്ലേ. അപ്പം അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ പോകാനായിട്ട്. കരയൊക്കെ ചെയ്തിട്ടോ പോകുന്നില്ല എന്ന് പറയാം. പക്ഷെ ഞാൻ തന്നെ നിർബന്ധിച്ച് പറഞ്ഞു, ഇത്രയും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, ജോലിയല്ലേ, അത് എന്തായാലും പോയിക്കോളൂ, നീ വേറെ ഒരാളെ ഞാൻ ഇവിടെ എടുക്കത്തില്ല, നിനക്ക് എന്നൊക്കെ അവധി കിട്ടുന്നോ അപ്പോൾ പോരെ, പിന്നെ സൺഡേയും പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് ഇവിടുന്ന് ഒരു പൈസ കിട്ടും, അവിടുന്ന് ഒരു പൈസ കിട്ടും, അപ്പോൾ നിനക്കത് ബെനിഫിറ്റ് ആകുമെന്നങ്ങനെ. അങ്ങനെ അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു പോകാൻ. അവൾ ഇവിടുത്തെ ജോലി ചെയ്തോളാം അങ്ങനെ പറയുന്നത്. അങ്ങനെ അവൾ കരയൊക്കെ ചെയ്ത് ഇവിടെ വന്നിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ തന്നെ നിർബന്ധിച്ച് പറഞ്ഞിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവളുടെ ഹെൽപ്പും ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഒത്തിരി ജോലികളാണ്. പിന്നെ എൻ്റെ മടിയും വെച്ച് അശ്വം വെച്ച് അവനീ പറഞ്ഞാൽ രാത്രി മുഴുവൻ കമ്പ്യൂട്ടറൊക്കെ കണ്ട് എന്തൊക്കെയോ അതിൻ്റെ ഇടയ്ക്ക് സൈഡ് കോഴ്സൊക്കെ പഠിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പരിപാടികൾ അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അത് ലേറ്റായിട്ട് കിടന്നുറങ്ങുള്ളൂ, ടെൻഷനൊന്നും ഇല്ലല്ലോ പുള്ളിക്കാരന്. എന്നിട്ട് ലേറ്റായിട്ട് ഉറങ്ങിയിട്ട് ഉച്ചയാവും എണീക്കുമ്പോൾ 10-11 മണിയാവും. അപ്പോൾ എനിക്ക് അത്ര ഹെൽപ്പൊന്നും കിട്ടില്ല, അത് കഴിഞ്ഞിട്ടുള്ള ഹെൽപ്പ് ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ 5 മണിക്ക് എണീറ്റ് അപ്പം പോലെ നമ്മുടെ ഗുസ്തിയൊക്കെ തുടങ്ങും, എല്ലാ ജോലികളും തുടങ്ങുക ആ രീതിക്കാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ജോലി കൂടി കഴിച്ചിട്ട് വേണ്ടി ഞങ്ങൾ കഴിക്കട്ടെ. ഇനി നാളെ കഴിഞ്ഞൊക്കെ ബിസി ഡേയ്സാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന വീഡിയോ ക്ലിപ്പുകളൊക്കെയും കൂടി എഡിറ്റ് ചെയ്തിട്ട് ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ച് ഓവർ വോയിസ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ ചെറിയ ചെറിയ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ മെസ്സേജ് വിട്ടോളൂ. ഒത്തിരി നല്ല നല്ല പ്രൊഡക്റ്റുകളുണ്ട്, അതൊക്കെ മേടിച്ചോളൂ. ജോ കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോറെടുത്ത് കൊടുത്തു. അശ്വൻ കൊച്ചു ഓൾറെഡി കുളിച്ചിട്ടിരിക്കുമായിരുന്നു. അവന് ഞാൻ ഫുഡ് കൊടുത്തു. അവൻ മോള് കമ്പ്യൂട്ടറിന് എടുത്തോട്ട് പോയി ഏതൊക്കെ സിനിമയൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഒട്ടും വിശക്കുന്നില്ല കേട്ടോ. ഞാൻ വൈകുന്നേരം എന്തൊക്കെയോ കഴിച്ചിട്ട് എനിക്ക് അത്ര വിശക്കുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് കഴിക്കാമെന്ന്. അപ്പോൾ ജോ ഇപ്പോൾ കഴിക്കട്ടെ എന്ന് ഓർത്തു. അങ്ങനെ പുറത്ത് നല്ല മഴയുടെ ലക്ഷണം. ഇപ്പം നല്ല മഴയാണ് കേട്ടോ വയനാട്, നല്ല തണുപ്പും. പക്ഷേ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ തണുപ്പില്ല. ജനലും വാതിലും എല്ലാം അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് പോലെ, ചൂടെന്ന് വെച്ചാൽ ആവിയല്ല, നല്ലൊരു ക്ലൈമറ്റാണ് വീടിൻ്റെ ഉള്ളിൽ. ആ കൂടെ പുറത്തെ മഴയൊക്കെ കേട്ട് സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. കർട്ടനൊക്കെ അങ്ങ് മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ പുറത്തെ പ്രകൃതിയൊക്കെ കണ്ട് മഴയൊക്കെ കണ്ട് അതൊരു ഭയങ്കര ഫീലല്ലേ, നല്ല നൊസ്റ്റാൾജിയ ഫീലല്ലേ. അപ്പോൾ ജോ കഴിക്കട്ടെ എന്ന് ഓർത്തു. ജോ കുറേ വട്ടം വിളിച്ചിട്ട് എന്നോടും കൂടി വന്നിരുന്ന് കഴിക്കാം. പക്ഷേ എനിക്ക് പാത്രം കഴുകാനും പിന്നെ ഇച്ചിരി വിശക്കട്ടെ എന്ന് ഞാൻ ഓർത്തു. വിശന്നിട്ട് കഴിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഒത്തിരി കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർക്കൊരു വിഷമം ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനിയത്തെ ചിക്കൻ ജോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാന്താരി ചിക്കൻ ഉണ്ടാക്കും കേട്ടോ. ജോ അവിടെ ഇവിടെയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്, 2 വീട് നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇടയ്ക്ക് ജോ അവിടെ തന്നെ കാന്താരി ചിക്കനൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതുപോലെ അടുത്ത ട്രിപ്പ് ജോ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കുന്ന കൂടാതെ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇനി ജോ ഉണ്ടാക്കുക, അത് ഞാൻ പറ്റിയ വീഡിയോ ക്ലിപ്പായിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് കഴിക്കുക. ഇതിലിപ്പോൾ ചുമന്ന മുളക് പൊടി ഇടാതെ കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് കുറച്ച് കൂടുതലിട്ടാൽ നല്ല പച്ച കളറിൽ നല്ല ഭംഗിയായിട്ട് കാന്താരി ചിക്കനാവും. അതിൽ കുറച്ച് കുരുമുളകും കൂടി അരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണ്, ഏതൊക്കെ വേണേൽ നിങ്ങൾക്ക് ചേർക്കാം. എല്ലാം മസാല പുരട്ടി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. മിലോയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഡിപ്രഷനാണ്, അത് ഒത്തിരി എൻ്റെ കൂടെ കിടക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമാണ്. മുഴുവൻ സമയം കിടന്നുറക്കും. അല്ലെങ്കിൽ ഇവർ കുറേ സമയം ഉറങ്ങി തീർക്കുന്നവരാണ്. പുറത്ത് ഭയങ്കര മഴ തുടങ്ങി.
ഒരിക്കൽ ഞാൻ ചോദിച്ചില്ലേ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന്, അതിൽ കുറേ കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറഞ്ഞിട്ടില്ല. അതിൽ വന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്നതെന്ന്. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തിനാണ് നമ്മൾ മറ്റു വേഷങ്ങൾ അണിയുന്നത്? എന്തിനാണ് നമ്മളല്ലാതായി തന്നെ എല്ലാം മൂടി വെക്കേണ്ട ആവശ്യം എന്താണ്? സത്യം നമ്മളെ സ്വതന്ത്രരാക്കുമെന്നല്ലേ പറയുന്നത്. ആര് ബോധ്യപ്പെടുത്താനാണ് നമ്മളെല്ലാം മറച്ച് നമുക്കില്ലാത്ത ഗുണങ്ങൾ കുറേ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി, അല്ലെങ്കിൽ നമുക്കില്ലാത്ത കുറേ പൊങ്ങച്ചങ്ങൾ പറഞ്ഞിട്ട് എന്തിനാണ്? സത്യസന്ധമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതല്ലേ എപ്പോഴും നല്ലതല്ലേ? നമ്മളായി തന്നെ നിലകൊള്ളുക, അതാണ് എൻ്റെ പോളിസി. അതിനാദ്യം നമ്മൾ തന്നെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കണം. ആ കൂടെ നമ്മൾ സത്യസന്ധമായിട്ട് എന്താണോ അത് മറ്റുള്ളവർ അങ്ങനെ അറിയട്ടെ എന്ന് ചിന്തിക്കണം അല്ലേ? നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക, നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിലൊക്കെ ഒരു സന്തോഷം കണ്ടെത്തുക. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു പുതുമ തോന്നും നമുക്ക്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറി നിൽക്കും. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്, നമുക്കതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണം. നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക, നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ എന്താണ് ആരാണ് എന്നുള്ളത് മറ്റുള്ളവരോട് പറയുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു തരം സ്നേഹമാണ്. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ നമ്മളെ വിശ്വസിക്കുമ്പോൾ നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്നേഹമാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളത്. അതാകും ഏറ്റവും നല്ല കാര്യം അല്ലേ? അല്ലാതെ കുറേ നുണകൾ, കുറേ പൊങ്ങച്ചങ്ങൾ, അതിലൊന്നും ഒരു അർത്ഥവും ഇല്ല അല്ലേ?